ഇന്നിപ്പോൾ പാർലമെന്റിൽ ഒരു പുതിയ ബില്ല് വന്നിരിക്കുകയാണ്. വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട് പുതിയൊരു ബില്ല് വന്നിരിക്കുകയാണ്. ഈ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട ബില്ലിൽ ഇവിടെ പ്രത്യേകിച്ച് CPM-ൻ്റെ നിലപാട് എന്ത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. വനിതാ സംവരണത്തിന് CPM എതിരല്ല. എന്നാൽ ഈ നിയമവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന ചില സമീപനങ്ങളെ മാത്രമാണ് എതിർത്തിട്ടുള്ളത്. വനിതാ സംവരണം എന്നുള്ളത് തത്വത്തിൽ അംഗീകരിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. സംവരണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ അവകാശം നിഷേധിക്കത്തക്ക നിലയിൽ മണ്ഡലത്തിൻ്റെ പുനർവിഭജനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലാണ് ഇവിടെ ശക്തമായ പ്രതിഷേധം ഇന്ത്യക്കകത്ത് ഉയർത്തിയിട്ടുള്ളത്. CPM നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കേരളത്തിലെ ഗവൺമെൻറ്റും ആ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം നീക്കങ്ങളിൽ നിന്ന് ഇവിടെയാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ നിലവിലുള്ള പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെ എണ്ണം ഗണ്യമായി വെട്ടിക്കുറയ്ക്കുന്ന നിലപാടിലേക്ക് പോകുന്നു. ചില മേഖലകളിൽ എണ്ണം വർദ്ധിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു പുനർവിഭജനത്തിൻ്റെ നിലപാടിനെയാണ് എതിർക്കുന്നത്. അതിന് വനിതാ സംവരണം കാരണമായി പറഞ്ഞുകൊണ്ട് അത്തരമൊരു നിലപാടിലേക്ക് പോകുന്നത് ശരിയല്ല എന്ന സമീപനമാണ് ഈ കാര്യത്തിൽ ഞങ്ങൾ പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത്.